ഞാൻ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇതിൻ്റെ വില ചോദിച്ചപ്പോൾ 1 കിലോയ്ക്ക് 300 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് ഇത്രയും വിലയുണ്ടോ എന്ന് വിചാരിച്ചു. ഇത് ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടോ വേണ്ടാതെ ഇട്ടിരിക്കും പോലെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വിലയുള്ള സാധനമല്ലേ എങ്ങനെ കളയുന്നത്? എന്തായാലും ഇത് മുഴുക്കെ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. കേട്ടോ, അയ്യോ ഇങ്ങോട്ട് നോക്കിയേ, എന്തുമാത്രം സ്റ്റാർ ഫ്രൂട്ടുകളാണെന്ന്. ഞാൻ നോക്കി എന്തുമാത്രം സ്റ്റാർ ഫ്രൂട്ട്. കണ്ടോ ഇതിന്റെ പേരെന്താ? സ്റ്റാർ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ ആനപ്പുളിച്ചിക്ക എന്ന് പറയും കേട്ടോ. ആനപ്പുളിച്ചിക്ക എന്ന് പറയും. ചില നാട്ടിൽ ഇത് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. എന്നാൽ ഇവിടെ ഉള്ളവർക്ക് ഈ ആനപ്പുളിച്ചിക്ക എന്ന് പറയുമ്പോഴേ അറിയാവോ, ഇത് നല്ല മധുരമാണ് കേട്ടോ, പുളിയില്ല. ഇതിനെ ഞങ്ങൾ എന്തായാലും കൊണ്ടുവന്ന് ഉപ്പിലിടേ അല്ലെങ്കിൽ ഉണക്കി അച്ചാറൊക്കെ ഇടുന്നത് കാണാറുണ്ട്. ഇതെന്തായാലും ഞാൻ ഉപ്പിലിടാൻ പോവുകയാണ്. ഇങ്ങനെ തിന്നാനും നല്ല രസമാണ് കേട്ടോ. ഇന്ന് കഴിച്ചു പോകട്ടെ കേട്ടോ. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ സാധനം. ഒരുപാടൊന്നും ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഞാൻ ഇന്ന് ഇതെല്ലാം പറിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ. ഒരുപാട് ഇതാ ഓക്കെ. പണ്ടൊക്കെ ആർക്കും വേണ്ടാതിരുന്ന ഈ സ്റ്റാർ ഫ്രൂട്ടിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക, ദഹനം മെച്ചപ്പെടുത്തുക, ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുക തുടങ്ങിയ നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റാമിൻ സി, ഡയറ്ററി ഫൈബർ എന്നിവയാൽ സമ്പന്നമാണ് ഈ സ്റ്റാർ ഫ്രൂട്ട്. ആദ്യം എന്തായാലും ഈ സ്റ്റാർ ഫ്രൂട്ടിനൊക്കെ ഒന്ന് നടന്നെടുക്കാം. ഞാനിപ്പോൾ പഴുത്തത് മാത്രം അടക്കുന്നുള്ളൂ. ഒന്ന് വിളഞ്ഞ് വരുന്ന രീതിയിലുള്ളത് മാത്രം അടത്തെടുക്കും കേട്ടോ. സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ, അത് രഹസ്യമാണ്. നമുക്കറിയാവുന്ന ഒരാളുടെ സ്ഥലമാണ്, നമ്മളിതൊക്കെ ഒന്ന് കാണാൻ വന്നതാണ്. അപ്പം കണ്ടപ്പോൾ എന്തായാലും അവർക്കിത് വേണ്ട, ഞങ്ങളെന്തായാലും ഇത് കൊണ്ടുപോവുകയാണ്. ഇതെന്താ മനസ്സിലായോ? മുട്ടപ്പഴം. ഇതിനകത്ത് മുട്ടയുടെ മഞ്ഞയില്ലേ, അതുപോലെ ഇരിക്കും. ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതും ഞാൻ കൊണ്ടുപോകും. അത് മരം നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് പഴുത്തിങ്ങനെ വീണ് കിടപ്പുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. നല്ലത് നോക്കി എന്തായാലും ഞാൻ പറക്കി എടുത്തോണ്ട് പോകും. ഇതും ഉണ്ട് കേട്ടോ, ഒന്നും കണ്ടിട്ട് കളയാൻ തോന്നുന്നില്ല. അതായത് കാണിച്ചു തരാം. ഇതറിയായിരിക്കും, മിക്കവർക്കും അറിയായിരിക്കും. ഇതാ നോക്കേ, കണ്ടോ മുട്ടയുടെ മഞ്ഞ ഉണ്ടോ, അതുപോലെ തന്നെയാണ് ഈ പഴം ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാ. ഇതാ അതുപോലെ തന്നെ കണ്ടോ ചെറിയും ഉണ്ട് കേട്ടോ, ഇവിടെ നല്ല പഴുത്ത് നിൽക്കുക. ഇതാ ഒറിജിനൽ ചെറിയാണ് കേട്ടോ. ഇത് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരാളിൻ്റെ സ്ഥലമാണ്. ഏകദേശം 1 ഏക്കറോളം അടുപ്പിച്ച സ്ഥലമാണ്. നല്ല പോലെ കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ്. ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിരുന്നു. അല്ലെങ്കിൽ ഇതെങ്ങനെ കിടന്നിരുന്നു എന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ഈ കാടെല്ലാം വളരെ നിമിഷ നേരം കൊണ്ടാണ് മെഷീൻ വെച്ച് വെട്ടി വൃത്തിയാക്കിയത്. നമ്മൾ ആളെ നിർത്തി കഴിഞ്ഞാലോ ഒരുപാട് ദിവസവും എടുക്കും, ഒരുപാട് പൈസയാകും. എന്നാൽ വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഒരാൾ പൊക്കത്തിൽ കിടന്ന ഈ കാടിനെ ഈ രീതിയിലാക്കിയെടുത്തത്. ഞാൻ കാടടിക്കുന്നത് കാണിച്ചു തരാം. നിമിഷ നേരം കൊണ്ടാണിതാ ഈ മിഷ്യൻ വെച്ച് ഇങ്ങനെ കാടടിക്കുന്നത് കണ്ടോ. ഈ ഒരു പറമ്പ് ഇങ്ങനെയൊന്നും അല്ല കിടന്നത്. ഏകദേശം 1 ഏക്കറിന് അടുപ്പിച്ച് വരുന്ന സ്ഥലമാണ്. മൊത്തം കാട് പിടിച്ച് ആൾ കയറിയ കാണാത്ത രീതിയിലുള്ള കാടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് എങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും ചെറിയ പൈസയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞാൽ അവർ ഇത് റേറ്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പറിക്കുന്നവരൊക്കെ ഒരു 12,000 രൂപ പറഞ്ഞേ. നമ്മൾ ഏകദേശം ഒരു 3,000 രൂപയ്ക്കകത്ത് വെച്ച് മൊത്തം ക്ലിയർ ചെയ്ത് കൊടുക്കും. അടിപൊളിയായിട്ട് ആൾക്കാരെ നിർത്തി ചെയ്യണമെങ്കിൽ ഒരുപാട് ദിവസം എടുക്കും ഇതെല്ലാം ക്ലിയർ ചെയ്തെടുക്കണം. താൽക്കാലികമായിട്ട് ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റി. എന്തായാലും മെഷീൻ വെച്ച് നമ്മൾ മൊത്തം ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഈ പ്ലോട്ടുകളൊക്കെ വീടിനടുത്തല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളെ കൊണ്ട് ലൊക്കേഷൻ കാണിച്ചാൽ നല്ല രീതിക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്പർ ഞാൻ ഇതിലിടുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തിരുവനന്തപുരത്ത് എവിടെയാണെങ്കിലും നമ്മൾ ചെയ്യും. തിരുവനന്തപുരത്ത് കൊല്ലത്തൊക്കെ ആണെങ്കിലും അത്രയും ഏരിയ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെയ്യുന്നതായിരിക്കും. ഈ വഴിയൊന്നും കാണത്തില്ലായിരുന്നു. ആ ഗേറ്റിൻ്റെ അവിടെ വരെയും ഭയങ്കര മോശമായ അവസ്ഥയിലാണ് കിടന്നത്. ഇപ്പോൾ അതാ നമുക്ക് പോയി ഇപ്പോൾ ഇതൊക്കെ വെട്ടരുതെന്ന് പറഞ്ഞാൽ ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടി കളയരുതെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് തൈകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ അതാണ് കുറച്ചൊരു ക്ലിയർ ഇല്ലായ്മ തോന്നുന്നത്. അവർ വെട്ടരുതെന്ന് പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ള കാടുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. തിരുവനന്തപുരത്ത് എവിടെ ആയാലും, കൊല്ലത്തൊക്കെ ചെയ്യും, പക്ഷേ അത് കുറച്ച് ഏരിയ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. തിരുവനന്തപുരത്ത് എവിടെ ആയാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ മെഷീൻ, ഇത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളാണ്, നമ്മുടെ ഒരു ചേട്ടനാണ് നിൽക്കുന്നത്, പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ റോപ്പ് കട്ടിങ് ആണ് ചെയ്യുന്നത്. റോപ്പ് ഇട്ടാണ് എല്ലാം ആദ്യം കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ പോകാത്തുണ്ടെങ്കിൽ നമ്മൾ ബ്ലേഡ് ഇട്ട് കട്ട് ചെയ്യും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ ബ്ലേഡിൻ്റെ ആവശ്യം വന്നിട്ടില്ല, എല്ലാം റോപ്പിന് തന്നെ പോകുന്നതായിരുന്നു. ഇത്രയും സ്റ്റാർ ഫ്രൂട്ട് കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് വൈനിടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വൈനിടുന്ന വീഡിയോ ഞങ്ങൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല, ചർമ്മം തിളങ്ങാനും ഈ സ്റ്റാർ ഫ്രൂട്ട് നല്ലതാണ്. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് ഇനി ആരും കളയരുത് കേട്ടോ.